നമസ്കാരം. 2019 മരണത്തെ ഇങ്ങനെ മുഖാമുഖം കാണുന്നത്. ഈ അടുത്തിടയ്ക്ക് സംഭവിച്ച വിമാന ദുരന്തം, അതിൻ്റെ ഫുട്ടേജ് കണ്ടപ്പോൾ, വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ കിനിഞ്ഞിറങ്ങിയത് ചതഞ്ഞരഞ്ഞു പോയൊരു ഇന്നോവ കാറാണ്. ആ കാറിൽ സഞ്ചരിച്ചിരുന്നത് ഞാനായിരുന്നു. തിരൂർ ഒരു കോളേജിലൊരു പ്രോഗ്രാമിന് പോയതാണ്. നമ്മളൊരു ഇന്നോവ കാർ അറേഞ്ച് ചെയ്തിരുന്നു. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചു പോരുന്ന വഴിക്ക് ഞാനിങ്ങനെ കയ്യിൽ മൊബൈലിലൊരു വെബ് സീരീസ് കാണുന്നുണ്ട്. അപ്പോൾ ചാർജിങ്ങിനെ കുറഞ്ഞു തുടങ്ങുന്ന കണ്ടപ്പോൾ വണ്ടിയുടെ പുറകിലെ പോർട്ടിൽ ഈ കേബിൾ കുത്തിയിട്ട് കണക്ട് ചെയ്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ പുറകിലാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടുന്നൊരു ശീലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ ചാർജ് കയറുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് കട്ടായി പോകുന്നു. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ ഈ ബെൽറ്റ് ഊരിയിട്ട് കാല് മെല്ലെ നീട്ടി ആ കേബിളിൻ്റെ അവിടെ നിന്ന് ചവിട്ടി പിടിച്ചപ്പോൾ ത്രൂ ഔട്ട് ചാർജ് കയറുന്നുണ്ട്. അങ്ങനെ കാലുകൊണ്ട് ആ കേബിൾ ചവിട്ടി പിടിച്ച് മൊബൈലിൽ വെബ് സീരീസ് കണ്ട് ഞാനിങ്ങനെ വണ്ടിയുടെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇപ്പോൾ ഈ വണ്ടിക്ക് കുലുക്കം വരുമ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത കാരണം ഞാനും ഭയങ്കരമായിട്ട് ജെർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാണുന്നതിനെ ബാധിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ കേബിൾ ഊരിയിട്ട് ചാർജ് തീരണ വരെ കാണാം എന്ന് കരുതി സീറ്റ് ബെൽറ്റ് ഇട്ട് വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു. കൃത്യം ഒരു 2ാമത്തെ മിനിറ്റിൽ ഭയങ്കര നോയ്സ് കേൾക്കുകയാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ ചെവിനെ മൂളുന്നുണ്ട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ ആക്സിഡൻറ്റ് വരുമ്പോൾ മൂളുന്നത് ഞാൻ വെറുതെ ഇടുന്നതാണെന്നാണ് കരുതി. ശരിക്കും എൻ്റെ 2 ചെവിയും മൂളുന്നുണ്ടായിരുന്നു. നിറയെ പുകയും പൊടിയുമായിരുന്നു. എൻ്റെ ഡ്രൈവറിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റീറിങ് വന്ന് നിൽക്കുന്നു. ആ ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ള സംഭവം രണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ചിത്രം നിങ്ങൾ കണ്ടാൽ വണ്ടി ടോട്ടൽ ലോസാണ്. വണ്ടി കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആരും പറയില്ല. ഞാൻ മെല്ലെ ബെൽറ്റ് ഊരി ഡോറ് തുറന്ന് ആളുകൾ ഓടിക്കൂടുന്നു. ഒരു ബസ്സിലാണ്, ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഇത് ഡയറക്റ്റ്ലി ചെന്നിട്ടിച്ചത്. ആൾക്കൂട്ടം കൂടുന്നു. ഞാൻ നിലത്തിങ്ങനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എനിക്ക് എൻ്റെ കവിളിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദന. നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നീരിങ്ങനെ വന്നിരിക്കുന്നു. ഈ കവിൾ എങ്ങനെ ഇടിച്ചത് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്നൊരു ഓട്ടോറിക്ഷ ആളുകൾ തടഞ്ഞു നിർത്തുന്നു. എന്നെയും എൻ്റെ ഡ്രൈവറെയും ഓട്ടോയിലാക്കിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഒരു ചെറിയ ഹോസ്പിറ്റൽ. അവിടേക്ക് എന്നെ കൊണ്ടുപോയി പെട്ടെന്ന് എനിക്കൊരു ഐസ് ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് എൻ്റെ മുഖത്ത് വയ്ക്കാൻ വേണ്ടി പിടിക്കാൻ തരുന്നു. എന്നോട് തല കറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, ചെവി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, കാഴ്ചയുണ്ടോ എന്ന് ചോദിക്കുന്നു. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. ഡ്രൈവറും മറ്റൊരു സ്ഥലത്താണ്. ഈ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് പരിക്കുകൾ പറ്റിയിട്ട് ഒരു പയ്യൻ എൻ്റെ തൊട്ടപ്പുറത്തെ കട്ടിൽ ഇരിക്കുന്നുണ്ട്. അവനിങ്ങനെ മൂക്കിനെന്തോ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന വാർത്ത അറിഞ്ഞ് തിരൂർ ഭാഗത്തുള്ള എന്നെ ഇതിനു മുമ്പ് സ്റ്റുഡിയോയിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു പയ്യൻ, അവൻ ഓടി വന്നു. പിന്നീട് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അവനാണ്. അവൻ സാറേ ജ്യൂസ് വേണമെന്ന് ചോദിക്കുന്നു. ചെറുതായിട്ട് ആളുകൾ തടിച്ചുകൂടി നോക്കുന്നു. ഞാനന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരാളൊന്നുമല്ല. എന്നാലും ആളുകൾക്ക് കുറച്ചൊക്കെ പേർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ ചെറിയ ആൾക്കൂട്ടം അവിടെ കൂടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ വണ്ടിയിൽ വരുന്നു, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വാർത്ത പെട്ടെന്ന് ചെറിയ ചാനലുകളൊക്കെ വന്നു. വാഹനാപകടത്തിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും പറഞ്ഞിട്ടുമില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ രക്ഷപ്പെട്ടോ അതില്ല. ഇത് വലിയ വാർത്തയാവുന്നു. അപ്പോൾ ഈ അപ്പനൊക്കെ ടെൻഷൻ അടിക്കുന്നത്. അപ്പം വിളിച്ചു നോക്കുന്നത്, എടാ ഇങ്ങനെ വാർത്ത നീ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കെയാണ്. മോനെ സത്യം പറ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഞാൻ ഇടുമായിരുന്നു. കുറച്ച് നേരത്ത് ഊരിക്കളഞ്ഞൊരു 1-2 മിനിറ്റ് ഉണ്ട്. അതിനുശേഷം ഞാൻ ബെൽറ്റ് ഇട്ട 2ാം മിനിറ്റിലാണ് ഈ അപകടം പറ്റുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഞാൻ രക്ഷപ്പെട്ടത്? നമ്മളെപ്പോഴും സ്വയം ചോദിക്കുമല്ലോ, എന്ത് കാര്യത്തിനായിരിക്കാം എന്നെ ബാക്കി വെച്ചത്? അല്ലെങ്കിൽ ഞാൻ കുറച്ചു കാലമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് വേണ്ടി വാദിച്ചത് ആരായിരിക്കും? ഞങ്ങളുടെ വിശ്വാസത്തിൽ പറയുന്ന പോലെ ഒരു കാവൽ മാലാഖയാണോ? അതോ ആരുടെയൊക്കെ പ്രാർത്ഥനയാണോ? അതോ ഇതൊരു കോയിൻസിഡൻസ് ആണോ? കൂടുതലായിട്ട് ദൈവവും മഹത്വം ആരോപിക്കേണ്ട കാര്യമില്ലേ? എന്തായാലും ഞാൻ ബാക്കിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ 2019 2025 വരെ ഞാൻ ജീവിച്ച ജീവിതം എല്ലാം ബോണസാണ്. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം എഴുതി, സ്നേഹം കാമം എന്ന പുസ്തകം എഴുതി, ഒരു പുസ്തകം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റഡായി, ഒരുപാട് വേദികളിൽ പോയി മനുഷ്യരെ കണ്ട് സംസാരിച്ചു. അപ്പൻ്റെ അമ്മയോടൊപ്പം കുറെ കൂടി അവർക്ക് തണലായി താങ്ങായി വീട്ടിലായിരിക്കാൻ സാധിച്ചു. ഈ ജീവിതത്തെ ഇപ്പോൾ ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ഒരു ബോണസാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളൊരു വലിയ അപകടത്തിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എപ്പോഴും പറയുന്ന കാര്യം ഇന്നിൽ ജീവിക്കുക, ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്നാണ്.
അതിൻ്റെ അർത്ഥം ലിറ്ററലി മനസ്സിലായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് വലിയ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില അപഗണനകൾ നേരിടുമ്പോൾ നമ്മൾ വിചാരിച്ച പല കാര്യങ്ങൾ വർക്കാവാണ്ടാവുമൊക്കെ വലിയ വേദനയോ ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ ജീവിക്കുന്ന എക്സ്ട്രാ ഒരു റീചാർജ് ചെയ്ത് കിട്ടിയ ജീവിതമാണ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ജീവിക്കുക എന്നുള്ളതാണ്. ബോബി അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് പറഞ്ഞതാണ്, രക്ഷിക്കപ്പെടാൻ മാത്രം വലിപ്പം നിന്റെ ജീവിതത്തിനുണ്ടെന്ന് നീ ഓർക്കണം. ഇനി അതറിഞ്ഞ് വേണം നീ ജീവിക്കാൻ. ഏറെക്കുറെ അതറിഞ്ഞാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ച് ഈ അപകടമൊക്കെ പറ്റി ഞാൻ മെല്ലെ റിക്കവർ ആവുന്ന സമയത്ത് ഒരു വീഡിയോ ആ സമയത്ത് വൈറലായി. അവനതിൽ പറയുന്നത് സെലിബ്രിറ്റി അല്ലെങ്കിൽ നമുക്ക് വലിയ വിലയൊന്നുമില്ല. ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ എല്ലാവരും ജോസഫ് അന്നൻകുട്ടിയുടെ പിന്നാലെയായിരുന്നു. അപകടം പറ്റി കിടന്ന ഞങ്ങൾ 2 നേരം ഓടി, ഞങ്ങളെ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ വില ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ആളാവെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടു. അതിൻ്റെ ടാഗ്ഡ് ഫോളോവേഴ്സിലും വന്നിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ദേഷ്യം വന്നു. കാരണം ഞാൻ അവനോട് സംസാരിച്ചിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓക്കെ അല്ലെന്നൊക്കെ ഞാൻ ചോദിച്ചൊരു ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതെന്ന് കരുതി എൻ്റെ പിന്നീടുള്ളൊരു ടോക്ക് ഷോയിൽ ഇങ്ങനെ ഒരുത്തൻ വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ടോക്കിൽ പറഞ്ഞു. കാലങ്ങൾ ഒരുപാട് കടന്നു വന്നു. 2024 ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് വീൽ ചെയർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേർ ഒത്തുകൂടുന്നൊരു പരിപാടി. അവരോട് സംസാരിക്കാൻ ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്. അവിടെ പോയി ബ്യൂട്ടിഫുൾ ഒരു ഇവൻ്റ് ആയിരുന്നു. ഞാൻ അവരോട് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന നേരത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഹായ് ജോസഫ്, എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. തിരൂർ ആക്സിഡൻറ്റ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അതെനിക്ക് മറക്കാൻ പറ്റില്ല, അത് എൻ്റെ ജീവൻ ഇങ്ങനെ എനിക്ക് തിരിച്ചിട്ടൊരു ദിവസമാണ്. അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്ത പയ്യൻ ഞാനാണ്, തൊട്ടപ്പുറത്തിരുന്നു. അപ്പം ഞാനിങ്ങനെ സുഹൈൽ എന്നാണ് അവൻ്റെ പേര്. അവൻ എന്നോട് പിന്നീട് പറഞ്ഞത്, അവനുണ്ടായ ഒരു വേദന, അവനെ പരിക്കുപറ്റി അവനെ ആരും ശ്രദ്ധിക്കാതെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതിൽ അവനുണ്ടായ ഫ്രസ്ട്രേഷനിൽ ഒരു വീഡിയോ ഇട്ടു. പക്ഷെ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഞാനിട്ടൊരു വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തി. അതെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ അവനോട് ചോദിക്കാൻ തുടങ്ങി, കാരണം നിന്നെക്കുറിച്ചല്ല പറയണേ, അത് അവനൊരു നാണക്കേടും ബുദ്ധിമുട്ടും സങ്കടം ഉണ്ടാക്കിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞു, ജോസഫ് അന്ന് തുടങ്ങി നിങ്ങളുടെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. വീഡിയോസ് കാണുമ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, ഉള്ളിലൊരു തരം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പുസ്തക സമയത്തൊക്കെ ഇറങ്ങി, അത് ഞാൻ വായിച്ചതിൻ്റെ പിന്നിലെ ലക്ഷ്യം പോലും അതിലെ മിസ്റ്റേക്കുകളും പിഴവുകളും കണ്ടെത്താനാണ്. പക്ഷേ ദാറ്റ് ബുക്ക് ചേഞ്ച്ഡ് സംതിങ് ഇൻ മീ. അതിനെന്തോ മാറ്റം ഉണ്ടാക്കി. പിന്നീട് എൻ്റെ ജീവിതവും മാറി. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, സുഹേലെ, എന്നോട് നീ ക്ഷമിക്കണം, ഞാനും അന്ന് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റിയുടെ എഡ്ജിലൊക്കെ എത്തി നിൽക്കുന്നു, ഒന്നും ചിന്തിക്കാണ്ട് ഞാനും വീഡിയോ ചെയ്തു പോയി, നിനക്ക് എന്നോട് വെറുപ്പ് വല്ലതും ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു വെറുപ്പുമില്ല, സന്തോഷമുള്ളൂ, കാണാൻ പറ്റിയില്ല, ഇങ്ങനെ കാണാൻ പറ്റിയില്ലോ, പടച്ചവൻ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്, സുഹൈലും ഞാനും കുറച്ച് നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആരും എടുക്കുന്നുണ്ടായിരുന്നു. അതന്ന് സ്റ്റോറി ഇട്ടു. ക്ഷമിക്കുന്ന ലോകം എത്ര മനോഹരമാണെന്നാണ് അവനന്ന് സ്റ്റോറി ഇട്ടത്. എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾക്കിടയിൽ വളരെ മനോഹരമായൊരു സൗഹൃദമുണ്ട്. ഞാൻ സുഹൈലിനോട് ചോദിച്ചു, സുഹൈലേ, നമ്മുടെ സംഭവം വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിനക്ക് വിരോധമുണ്ടോ പറയുന്നില്ല? പറഞ്ഞു, ഒരു വിരോധമില്ല. അന്നെടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുമോ? ഇപ്പം അയച്ചു തരാം. ഫോട്ടോസ് അയച്ചു തരുന്നു. ഞങ്ങൾ അതിനുശേഷം പിന്നെ കണ്ടു. ഇപ്പോൾ അവൻ ചോദിച്ചു, എനിക്ക് ഒന്നുകൂടി കാണണം, പുതിയ പുസ്തകം ഒന്ന് തരണം, ഒപ്പിട്ട് തരണം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ എത്ര മനോഹരമായ പദമാണല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു, ആരാണാവോ ഇതിൻ്റെയൊക്കെ പുറകിൽ? എൻ്റെ മുമ്പിൽ അവനെത്തിച്ചത് അവൻ്റെ പടച്ചവനാണോ? അവൻ്റെ മുമ്പിൽ എന്നെ എത്തിച്ചത് എൻ്റെ ഈശോയാണോ? ദൈവങ്ങളും എല്ലാ ദൈവങ്ങളൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ കിടന്ന് കളിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യൻ ഈ പടച്ചവനും ക്രിസ്തുവും കെട്ടിപ്പിടിക്കുന്നൊരു മൊമെൻ്റാണ് എനിക്ക് തോന്നുന്നു ഞാനും സുഹൈലും ഹഗ് ചെയ്ത മൊമെൻറ്റ്. അതിൽ മതമില്ല. എവിടെയോ രണ്ടുപേരും പരസ്പരം മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ട് മനുഷ്യരിങ്ങനെ ഒന്നാവുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളോട് ചെയ്യുന്ന ഈ വീഡിയോ പോലും ജീവൻ നൽകിയ ബോണസാണ്. നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ട്, ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കും. ഇതിങ്ങനെ നഷ്ടം. വിമാനം ഇങ്ങനെ പറന്നു ഉയർന്നപ്പോൾ അവരാരെങ്കിലും കരുതിയോ? അവരവരുടെ സ്വപ്നങ്ങളിലേക്ക്, ഇഷ്ടങ്ങളിലേക്ക് അവരിങ്ങനെ പറന്നു പോയപ്പോൾ
ഒരു നിമിഷ നേരം കൊണ്ട് അവർ ആകാശത്തോട് ഇങ്ങനെ അലിഞ്ഞു ചേർന്നു. നമ്മുടെ പദ്ധതികൾ, പ്ലാനുകൾ, വാശികൾ, പക, തിരിച്ചുള്ള പകരം വീട്ടൽ ഇങ്ങനെ കടന്നു. ട്രാഫിക് സിനിമയിൽ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഇങ്ങനെയാണ്. ഒരു തർക്കം കാണുമ്പോൾ ഡ്രൈവറായിട്ടുള്ള ശ്രീനിവാസന്റെ ഒരു ആക്ഷൻ ഇങ്ങനെയാണ്, കുട്ടികളാ. കാരണം അതിലും വലിയൊരു കാര്യത്തിലൂടെ ആ മനുഷ്യൻ കടന്നു പോയിരുന്നു. ഓരോ നിമിഷവും അറിഞ്ഞ് ജീവിക്കാൻ, സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ആവട്ടെ. ചെയ്യും.